Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ SCERT ക്ലാസ് 9 ചാപ്റ്റർ 12 പ്രപ്പോർഷൻ്റെ കണ്ടിന്യൂവേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് പ്രപ്പോർഷണൽ എന്നുള്ള ഒരു വേർഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. ഇക്വാളിറ്റി ഓഫ് റേഷ്യോസ് ആണ് പ്രപ്പോർഷൻ, ഇതൊക്കെയായിരുന്നു പഠിച്ചത്. ഇനി പല തരത്തിലുള്ള പ്രപ്പോർഷൻസ് ഉണ്ട്. ഡയറക്റ്റ് പ്രപ്പോർഷൻ ഉണ്ട്, പിന്നെ ഇൻവേഴ്സ് പ്രപ്പോർഷനും ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ് അല്ലേ. അതായത് ഒരു പോളിഗണിൻ്റെ അതിനൊരു എക്സാമ്പിളാണ് ഒരു പോളിഗൺ എന്ന് വെച്ചാൽ എന്തായിരിക്കാം, മോർ ദാൻ 3 സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ് പോളിഗൺ. അപ്പോൾ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സം ഓഫ് inner angles of any polygon is equal to 180 into n minus 2. അപ്പോൾ S is equal to 180 into n minus 2 ആണ് sum of inner angles of a polygon. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു 2 ലെസ് ദാൻ ദ നമ്പർ ഓഫ് സൈഡ്സ്. എന്താണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈസ് പ്രപ്പോർഷണൽ ടു. പ്രപ്പോർഷണൽ നമ്മൾ ശരിക്കും ഇങ്ങനെയാട്ടോ എഴുതുക. അപ്പോൾ ഇത് വായിക്കുക പ്രപ്പോർഷണലാണ്. പ്രപ്പോർഷണൽ ടു 2 less than the number of sides. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. അത് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും അല്ലേ. അപ്പോൾ ഇതിനനുസരിച്ച് മറ്റേത് കൂടും. അതിനാണ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഏരിയ, അപ്പോൾ ഏരിയയുടെ നമ്മൾ ചെയ്തിരുന്നു അല്ലേ. ഏരിയ ഓഫ് എ സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ. എ സ്ക്വയറിന് പ്രപ്പോർഷനാണ്, പക്ഷേ ഒരു സൈഡിന് പ്രപ്പോർഷൻ അല്ല. നമ്മളോട് എപ്പോഴും ചോദിക്കാറ് ഏരിയ ഓഫ് ദ സ്ക്വയറും ഒരു സൈഡും പ്രപ്പോർഷണൽ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് വൺ സൈഡ് ഇസ് നോട്ട് പ്രപ്പോർഷണൽ. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് നോട്ട് പ്രപ്പോർഷണൽ. പ്രപ്പോർഷണൽ അല്ല ടു സൈഡ് അല്ലേ. പ്രപ്പോർഷണൽ ടു വൺ സൈഡ്. ഒരു സൈഡിന് പ്രപ്പോർഷണൽ അല്ല, പക്ഷേ സ്ക്വയർ ഓഫ് ദ സൈഡിന് പ്രപ്പോർഷണൽ ആണ്. സോ അതാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഇനി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നൊരു എക്സാമ്പിൾ എന്താണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് നമുക്കറിയാം. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, sum of exterior angles is equal to 360 ആണ്. So one exterior angle is equal to 360 divided by n എന്ന് പറയുന്നത് number of sides ആണ്. So one exterior angle is equal to 360 by n. So one exterior angle നമ്മൾ y എന്ന് കൊടുക്കുകയാണെങ്കിൽ y is equal to 360 divided by n-ന് പകരം x is the number of side. x represents number of sides. ഇപ്പോൾ ഇവിടെ എന്ത് പറയാം, ഇവിടെ y-ഉം x-ഉം ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. ഇൻവേഴ്സ് പ്രപ്പോർഷൻ്റെ അർത്ഥം എന്താണ്, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും, അതല്ലേ മീനിങ് അല്ലേ. നമ്പർ ഓഫ് സൈഡ്സ് കൂടുമ്പോൾ y-ൻ്റെ വാല്യൂ, എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. സോ അതാണ് അതിൻ്റെ മീനിങ്. ദറ്റ് ഈസ് വൺ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. രണ്ടും ഒരേ സമയത്ത് കൂടുകയല്ല ചെയ്യുന്നത്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും, മറ്റേത് കൂടുമ്പോൾ ഇത് കുറയും. അതിൻ്റെ മീനിങ് ആണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. സോ വൈ ഈസ് ഈക്വൽ ടു 360 ബൈ എക്സ് ഓർ വൈ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കെ ബൈ എക്സ്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്, 360 ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഇസ് കോൾഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ.
എന്നുവെച്ചാൽ ഒന്ന് കൂടുമ്പോഴാണ് മറ്റൊന്ന് കുറയുന്നത്. സോ കെ ഈസ് ദ ഫിക്സഡ് നമ്പർ അല്ലേ, കെ ഈസ് ഫിക്സഡ് നമ്പർ. സോ ഇതിനാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞത്. സോ എന്താ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ y is proportional to the reciprocal of x. അപ്പോൾ ഇവിടുത്തെ ഇതെന്താ വരുന്നത്, y is proportional to reciprocal of x. That is called inversely proportional. പിന്നെയോ ഡയറക്റ്റ് പ്രപ്പോർഷനോ, ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ y is proportional to x, y is proportional to x, that is called directly proportional. ഇപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ റെസിപ്രോക്കലിനാണ് പ്രപ്പോർഷനായിട്ട് വരുന്നത്. y is proportional to k by x അല്ലെങ്കിൽ y is equal to k by x. സോ ഇവിടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, k is a ഫിക്സഡ് നമ്പർ. അതേപോലെ ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ആണെങ്കിൽ രണ്ടും ഒരുപോലെ കൂടുക ചെയ്യുക അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ കുറയും, അതിനാണ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. അപ്പം നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. Prove that for equilateral triangles, area is proportional to the square of the length of a side. What is the constant of proportionality? Equilateral triangles in area is proportional to square of the length of a side. So what is the area of equilateral triangle? Area of equilateral triangle is equal to root 3 by 4 a square. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് 3 by 4 a square. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ക്വയർ ഓഫ് ദ സൈഡിന് ഏരിയ പ്രപ്പോർഷണൽ ആണോ, സ്ക്വയർ ഓഫ് ദ സൈഡ് എന്ന് വെച്ചാൽ എ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 3 by 4 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഏരിയ ഡിവൈഡഡ് ബൈ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 3 by 4 അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഡയറക്റ്റ്ലി, എപ്പോഴും നമുക്കിത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരിക. ഏരിയയും എ സ്ക്വയറും മാത്രമേ അവിടെ മാറുന്നുള്ളൂ. ഏരിയ നമുക്കൊരു വാല്യൂ കിട്ടി, അത് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ, എപ്പോഴും ആ റൂട്ട് 3 by 4 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ വാട്ട് ക്യാൻ വി സേ, ഏരിയ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ. എ സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ, ആ കോൺസ്റ്റൻറ്റ് എന്താണ്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ ഈസ് ഈക്വൽ ടു റൂട്ട് 3 by 4 ആണ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. അപ്പോൾ സ്ക്വയർ ഓഫ് ദ സൈഡിന് ഏരിയ പ്രപ്പോർഷണൽ ആണ്, പക്ഷേ ഒരു സൈഡിന് പ്രപ്പോർഷണൽ അല്ല. അത് നമ്മൾ ആദ്യം ചെയ്തിരുന്നു. ഒരു സൈഡിന് പ്രപ്പോർഷണൽ അല്ല, പക്ഷേ സ്ക്വയർ ഓഫ് ദ സൈഡിന് പ്രപ്പോർഷണൽ ആണ്. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്, ഏരിയ ഡിവൈഡഡ് ബൈ വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു, പിന്നെയും ഇപ്പോൾ ഇവിടെ എ ഇൻറ്റു എ ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു റൂട്ട് 3 by 4 a എന്ന് വരും. അപ്പോൾ ആ എ മാറുന്നതിനനുസരിച്ച് വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് സൈഡിന് പ്രപ്പോർഷണൽ അല്ല, പക്ഷേ സ്ക്വയർ ഓഫ് ദ സൈഡിന് പ്രപ്പോർഷണൽ ആണ്. പിന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ സ്ക്വയേഴ്സ് ഈസ് ഏരിയ പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് എ സൈഡ്. അപ്പോൾ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ? ഏരിയ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഈസ് നോട്ട് പ്രപ്പോർഷണൽ ടു എ അല്ലേ, നോട്ട് പ്രപ്പോർഷണൽ ടു എക്ക് പ്രപ്പോർഷണൽ അല്ല, പക്ഷേ ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ. ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ ബിക്കോസ് ഏരിയ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി എന്താ ഇവിടെ 1 ആണ്. സോ ഏരിയ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇസ് ഓൾവേസ് 1. So the constant of proportionality is 1.
അപ്പോൾ ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ, ബട്ട് ഏരിയ ഈസ് നോട്ട് പ്രപ്പോർഷണൽ ടു എ. ഇനി സെക്കൻഡ് വൺ, ഇൻ റെക്ടാങ്കിൾസ് ഓഫ് ഏരിയ 1 meter square, as the length of one side changes, so does the length of the other side. അപ്പോൾ റെക്ടാങ്കിൾസ് ഓഫ് ഏരിയ 1 meter square ഏരിയയുള്ള റെക്ടാങ്കിൾസ് ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് length of one side changes, so does the length of the other side. Write the relation between the lengths as algebraic equation. How do we say in the language of proportion? അപ്പോൾ ഏരിയ 1 meter square ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 1, ഓർ വി ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/y. ഇനി എക്സിന് ഞാൻ അല്ലെങ്കിൽ വൈക്ക് വാല്യൂ കൊടുക്കുക. വൈ ലെറ്റ് ഇറ്റ് ബി വൈ ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സ് എന്താവും 1/3 ആവും. വൈ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു 1/4. So what can we say? Length of the rectangle is proportional to the reciprocal of the breadth. കാരണം ഇതിൻ്റെ റെസിപ്രോക്കലിനായിട്ടാണത് പ്രപ്പോർഷണൽ കണ്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 1/y. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഡയറക്റ്റ്ലി അല്ല, ഈക്വൽ ടു 1/y എന്നല്ലേ. സോ ഈസ് പ്രപ്പോർഷണൽ ടു, അപ്പോൾ അവിടെ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഈസ് പ്രപ്പോർഷണൽ ടു എന്തിനാ പ്രപ്പോർഷണൽ? ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി റെസിപ്രോക്കൽ ഓഫ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിൻ്റെ റെസിപ്രോക്കലിനാണ് ലെങ്ത്ത് പ്രപ്പോർഷണൽ. അതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു 1/4. അതായത് ബ്രെഡ്ത്ത് 4 ആണെങ്കിൽ ലെങ്ത്ത് എന്താണ് 1/4. സോ വാട്ട് ക്യാൻ യു സേ? ലെങ്ത്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ലെങ്ത്ത് കൂടുമ്പോൾ ബ്രെഡ്ത്ത് കുറയും, ബ്രെഡ്ത്ത് കൂടുമ്പോൾ ലെങ്ത്തും കുറയും. സോ ലെങ്ത്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബ്രെഡ്ത്ത്. or length x ആണെങ്കിൽ x is proportional to 1/y. അപ്പോൾ അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ. ഇപ്പോൾ ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എച്ച്. ഹൗ ഡു വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ആൻഡ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്? അപ്പം എങ്ങനെയാണ് നമ്മൾ ആ റിലേഷൻ പറയുന്നത്? ഏത് തമ്മിലുള്ള റിലേഷൻ? ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ ബേസ്, ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഹൈറ്റ്. അപ്പോൾ ഈ എയും എച്ചും തമ്മിൽ എന്താണ് റിലേഷൻ? സോ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ എന്താണെന്ന് എഴുതാം അല്ലേ? സ്മോൾ എ ഈസ് ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ എച്ച്, or that is equal to a is proportional to k by h. കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടത് ലോങ്ങർ സൈഡും ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ്. സോ എ ഈസ് പ്രപ്പോർഷണൽ ടു കെ ബൈ എച്ച്. ഈ 2a പകരം k2 എന്നേ ഉള്ളൂ, where k is equal to 2a. അപ്പോൾ എ ഈസ് പ്രപ്പോർഷണൽ ടു കെ ബൈ എച്ച്, ഓർ ഇവിടെ റിലേഷൻ എഴുതി നമ്മൾ അല്ലേ? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ഓഫ് ദ ലോങ്ങർ സൈഡ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എ ഈസ് പ്രപ്പോർഷണൽ ടു കെ ബൈ എച്ച്. സോ വാട്ട് ക്യാൻ വി സേ? ലോങ്ങർ സൈഡ് അല്ലെങ്കിൽ എ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എച്ച്. അതാണ് ആ റിലേഷൻ. എ ഈസ് അല്ലെങ്കിൽ വൺ സൈഡ്, ലോങ്ങർ സൈഡ്, ആദ്യം എടുത്തിരിക്കുന്നത് ലോങ്ങർ സൈഡാണ്. Longer side is inversely proportional to h. അതിൻ്റെ അർത്ഥം എന്താണ്? ബേസ് കൂടുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയും, അപ്പോഴേ ഏരിയ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. ഇവിടെ ഏരിയ സെയിം ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇഫ് വി ടേക്ക് ദ ലോങ്ങസ്റ്റ്
ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ഇൻസ്റ്റെഡ്. ഷോർട്ടസ്റ്റ് സൈഡ് എടുത്താലും എന്തുണ്ടാവും? സ്മോളർ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി, ഇതേപോലെ തന്നെ വരും അല്ലേ. ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സ്മോൾ സൈഡാണ് എടുക്കുന്നതെങ്കിൽ സ്മോൾ സൈഡ് ഇസ് പ്രപ്പോർഷണൽ ടു എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ. ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ from the vertex, from the vertex of small side. അപ്പോൾ അതേപോലെ തന്നെ, അതായത് ലോങ്ങർ സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, ലോങ്ങർ സൈഡും ഹൈറ്റും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതേപോലെ തന്നെയാണ് സ്മോൾ സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ vertex of opposite side of smaller side. Opposite side of smaller side. സ്മോളർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വേർട്ടെക്സിൽ നിന്ന് എടുക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്മോളർ സൈഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. സ്മോൾ സൈഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദ വേർട്ടെക്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്മോളർ സൈഡ്. അപ്പം വലിയ സൈഡ് എടുത്താലും ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഹൈറ്റ്. സ്മോളർ സൈഡ് എടുത്താലും ഇറ്റ് ഈസ് inversely proportional to height. Longer side is inversely proportional to height. Smaller side is also inversely proportional to its height. Next one. In regular polygons, what is the relation between the number of sides and degree measure of an outer angle? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, what is the relation between number of sides and the degree measure of an outer angle? One outer angle is equal to 360 divided by n. Or outer angle x എടുക്കുകയാണെങ്കിൽ x is equal to 360 divided by n, or x is inversely proportional അല്ലേ. x is inversely proportional to the number of sides. അപ്പോൾ x is inversely proportional to n. അപ്പോൾ അവിടുത്തെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 360 ആണ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എക്സ് എന്ന് പറയുന്നത് വൺ ഔട്ടർ ആംഗിൾ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A fixed volume of water is to flow into a rectangular water tank. Fixed amount of water is flowing into a rectangular water tank. The rate of flow can be changed by using different pipes. പൈപ്സിൻ്റെ വലുപ്പം കൂട്ടുന്നതിനനുസരിച്ച് rate of flow കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. Write the relation between the following quantities as an algebraic expression and in terms of proportion. First one, the rate of water flow and the height of water level. Rate of water flow and height of water level. അപ്പോൾ റേറ്റ് കൂടുന്ന നല്ല ഫോഴ്സിൽ വെള്ളം വരികയാണെങ്കിൽ എന്തുണ്ടാവും? ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻക്രീസസ് അല്ലേ, കൂടി വരും. അപ്പോൾ റേറ്റ് കൂടുമ്പോൾ ഹൈറ്റ് കൂടും. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. സോ ഫസ്റ്റ് ആൻസർ എന്താണ്? ലെറ്റ് എക്സ് ബി ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ്. ദെൻ y എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ height of water in the tank, and A is the base area. Therefore x is equal to base area into height, or we can say that x is directly proportional to y, where the constant of proportionality is the base area. അപ്പോൾ അതാണ് അവിടെ റേറ്റിനനുസരിച്ച് ഹൈറ്റ് കൂടും. നല്ല ഫോഴ്സിൽ വെള്ളം വരികയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻക്രീസസ് അല്ലേ. അപ്പോൾ അത് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഇനി സെക്കൻഡ് ആൻസർ എന്താ അവിടെ? സെക്കൻഡ് വണ്ണിൽ ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ. നല്ല സ്പീഡിൽ നല്ല ഹൈ റേറ്റ് ഓഫ് ഫ്ലോയിൽ വെള്ളം വരികയാണെങ്കിൽ ടൈം കുറച്ച് മതി ഫില്ലാവാൻ വേണ്ടിയിട്ട് അല്ലേ. കുറച്ച് സമയം മതി
ഈ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ടൈം കുറയും. സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതാം? ലെറ്റ് വി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ടാങ്ക് and R is the rate of water flow, and T is the time taken. So volume is equal to rate into time, or rate is equal to volume divided by time. So what can we write? Rate is rate of water flow is inversely proportional to time. That is, R is inversely proportional to 1 by T, where the constant of proportionality is V. Volume ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഏതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ? റേറ്റും ടൈമും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതേപോലെ റേറ്റും ഹൈറ്റും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പം അത്രയാണ് ആ പ്രപ്പോർഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചാൽ ഇറ്റ് ഇസ് സോ ഈസി. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.